ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ചിറ്റമൃതത്തിന്റെ ഗുണങ്ങൾ. ഇത് പ്രമേഹത്തിന് ഉപയോഗിക്കാം, രക്തശുദ്ധി വരുത്തുന്നതിന് ഉപയോഗിക്കാം, ആമവാദ രോഗങ്ങളിൽ മുട്ടിലൊക്കെ നീരുണ്ടാകുമ്പോൾ കഷായം വെച്ച് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ശരീരത്തിൽ മൊത്തം ഒരു ബോഡി ടെമ്പറേച്ചർ കൂടുക, ഈ ഹോട്ട് ഫ്ലാഷസ് ഒക്കെ ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് ഈ മെനോപോസൽ സ്റ്റേജിലൊക്കെ, അതിന് ഉപയോഗിക്കാം. അതുപോലെ കിഡ്നി ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ കണ്ണിന്റെ തടത്തിലൊക്കെ ഇങ്ങനെ നീര് വരും, നീർക്കെട്ട് വരും, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ ഒട്ടനവധി പ്രയോഗങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം, എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ തയ്യാറാക്കുക, എല്ലാം പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണുക. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഈ ചിറ്റമൃത്, ഇതിന് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ചിറ്റമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2-3 കാരണങ്ങളുണ്ട്. അതായത് ഇത് വൃക്ഷങ്ങളിൽ ഇങ്ങനെ ചുറ്റി പടർന്നു വളരും, അതുകൊണ്ടായിരിക്കാം ചിറ്റമൃത് എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക. അതുപോലെ അമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മരണമില്ല, അതായത് ഇത് വളരെ കാലം നീണ്ട് ഇങ്ങനെ വളരും ഒരു സസ്യമാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ, തയ്യാറാക്കുന്ന ഔഷധങ്ങൾ സേവിക്കുകയാണെങ്കിൽ നമുക്ക് അമൃതിന് സമാനമായ ഫലം ഉളവാക്കുന്നതാവും. എന്നീ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇതിന് ചിറ്റമൃത് എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ടിനോസ്പോറ കോഡിഫോളിയ എന്നാണ് ഈ ഔഷധത്തിന്റെ പേര്, ബൊട്ടാനിക്കൽ നെയിം. ഇതിനെ ഗുഡൂജി എന്നും അമൃത് എന്നും ഒക്കെ സംസ്കൃതത്തിൽ വിളിക്കുന്നുണ്ട്. ചിറ്റമൃത് നമ്മൾ മലയാളത്തിൽ വിളിക്കും. ഓക്കെ, നമ്മൾ ഈ അമൃതോത്തരം കഷായമൊക്കെ ഇല്ലേ, അതൊക്കെ ഇത് ചേർത്താ തയ്യാറാക്കുന്നത്. അതുപോലെ ചിറ്റമൃതിന്റെ സ്വരസ ഒട്ടനവധി മരുന്നുകൾക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ തിക്ത കടുരസാണ്, അതുപോലെ ലഘു സ്നിഗ്ധ ഗുണാണ്. തിക്ത കടുരസം, ലഘു സ്നിഗ്ധ ഗുണം, ഉഷ്ണവീര്യം, മധുര വിഭാഗം, ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇത് നമ്മൾ രക്തശുദ്ധി വരുത്താനായിട്ട്, രക്തവാത രോഗങ്ങളിൽ, അതുപോലെ പ്രമേഹ രോഗികളിൽ ഒക്കെ ഉപയോഗിക്കും. കിഡ്നി ഡിസോർഡേഴ്സിന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ മുൻപ് പറഞ്ഞില്ലേ, അതേപോലെ. അപ്പൊ ഇത് ഏതേത് അവസ്ഥയിലൊക്കെ ഉപയോഗിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ. പ്രധാനമായിട്ട് ഒരു 5 ഉപയോഗങ്ങൾ ചുരുക്കി പറയാം ഇവിടെ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഓരോരോ അവസ്ഥയിൽ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഈ കിഡ്നി ഡിസോർഡേഴ്സ് ഉണ്ടാവില്ലേ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അസുഖം ബാധിക്കുന്നതിന് മുമ്പ്, നമ്മളൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ ഒന്നുകിൽ ആംഗിൾ എഡിമ ഉണ്ടാവും, അതല്ലെങ്കിൽ അതിനു മുൻപ് കൺതടത്തിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നീർക്കെട്ട് ഇങ്ങനെ ബാഗ് പോലെ കാണാം. അത് വന്ന് തുടങ്ങുമ്പോഴേ നമ്മൾ ഈ കിഡ്നി ഡിസോർഡേഴ്സ് സസ്പെക്ട് ചെയ്യണം, ക്രിയാറ്റിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത്തരം അവസ്ഥയിൽ ആ സ്റ്റേജിൽ ഈ ചിറ്റമൃത് നമുക്ക് ഉപകാരപ്പെടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക, ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള സ്വരസം ഒരു 15 മില്ലി രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് പതിവായിട്ട് സേവിക്കുക. ഓക്കെ, ചിറ്റമൃത് അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മില്ലി അരിച്ചെടുത്തിട്ട് 15 മില്ലി കാലത്ത് വെറും വയറ്റിൽ കഴിക്കുക. അതുപോലെ ഒരു 15 മില്ലി രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ കിഡ്നി ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് കൺതടത്തിലുണ്ടാകുന്ന നീര് ശമിക്കുന്നതിന്, നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നതാണ്. അതൊരു ഉപയോഗം. ഇനി ഈ ഹോട്ട് ഫ്ലാഷസ്, ശരീരത്തിലൊക്കെ ചൂട് കൂടുക, മൊത്തത്തിലൊരു ചുടിച്ചിൽ അനുഭവപ്പെടുന്ന അവസ്ഥയില്ലേ, അത്തരം സംഗതിയിൽ ഇത് ഉപയോഗിക്കണം. അത് ഇച്ചിരി പണിയുണ്ട് കേട്ടോ. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിറ്റമൃത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക, അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. എന്നിട്ട് ആ നീര് അത് മൊത്തം ഒരു ബക്കറ്റ് വെള്ളത്തിലായിട്ട് കലക്കുക. നമുക്ക് ഒരു കുറച്ചധികം വെള്ളം വേണം, അതിൽ കലക്കി ഒരു രാത്രി സൂക്ഷിക്കുക. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു 24 മണിക്കൂർ ഇരുന്നോട്ടെ. അപ്പൊ അതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു വെള്ള പൊടി ഇങ്ങനെ ഊറി വരുന്ന കാണാം. ഇതാണ് അമൃതാസത്വം എന്നാണ് ഇതിന് വിളിക്കുക. ഇതിന്റെ സത്വം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു വെളുത്ത പൊടി കാണാം. ആ പൊടി അരിച്ച് നിഴലിൽ ഉണക്കി സൂക്ഷിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ തഴുതാമ വേരും ഉണക്കമുന്തിരി ഇട്ട് കഷായം വെക്കുക. തഴുതായ്മ വേരും ഉണക്കമുന്തിരിയും കഷായം വെച്ചിട്ട് അതിലേക്ക് ഒരു ഡോസിലേക്ക് ഈ സത്വം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് 2 നുള്ള് അതിൽ ചേർത്ത് കലക്കിയിട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ അമിതമായ ചൂട് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ മെനോപോസൽ സിൻഡ്രോമിനോടനുബന്ധിച്ചുള്ള ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അത് നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആമവാദ രോഗികൾക്ക് പ്രയോഗിക്കാവുന്ന 2 കണ്ടീഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കഷായോഗം. അതിനായിട്ട് ഇപ്പം എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ത്രിബലിയും ചിറ്റമൃതും, അതായത് കടക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും സമമായിട്ട് എടുക്കുക. അതിന് ഒപ്പം അളവിന് ചിറ്റമൃത് എടുക്കുമ്പോൾ അതിന്റെ തൊലി കളയണം, അതിന്റെ ഉള്ളിലൊരു ആരുണ്ടാവും, അത് കളയാം. എന്നിട്ട് ഇതെല്ലാം കൂടി കഷായം വെച്ചിട്ട് പതിവായിട്ട് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമവാദത്തിൽ ഉണ്ടാകുന്ന നീരും വേദനയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ചിറ്റമൃതന്റെ ഇലയുണ്ടല്ലോ, അത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അത് ഈ കാൽമുട്ടിൽ വേദന നീരൊക്കെ ഉള്ള മുട്ടിൽ ഇങ്ങനെ പുരട്ടി ലേപനം ഇടുകയാണെങ്കിൽ അതും ഈ ആമവാദ സംബന്ധമായിട്ടുള്ള കാൽമുട്ടിലൊക്കെ ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും കുറയുന്നതിന്, നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ഉപയോഗങ്ങൾ ആമവാദത്തിന് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് മറ്റൊരു പ്രയോഗം പറയുകയാണെങ്കിൽ പനി, ജലദോഷം, കോൾഡ് ഒക്കെ തുടക്കത്തിൽ ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ആ ജ്വരം, ആ പനിക്കോൾ ഇങ്ങനെ വരില്ല, ഇങ്ങനെ പനി വരാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു മേലും കൈയും വേദന, ചെറുതായിട്ടൊരു നീരിറക്കം, കോൾഡ്, ഇത്തരം അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വേണമെന്ന് അറിയോ, ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതൊരു 15 മില്ലി, അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടെ ചേർക്കുക. 15 മില്ലി സ്വരസത്തിൽ ചിറ്റമൃതത്തിന്റെ തണ്ടാണ്, വള്ളിയാണ് നമ്മൾ എടുക്കുക കേട്ടോ അധികം. ആ തണ്ട് ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മില്ലി, അതിലേക്ക് 1 ടീസ്പൂൺ തേനും ചേർത്തിട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ആ പനി, നീർക്കോള് ഒക്കെ കുറയുന്നതിന്, നീർക്കെട്ട് പോലെ തോന്നുന്ന ആ പനി വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ലേ, അതൊക്കെ മാറിക്കിട്ടുന്നതിന് സഹായിക്കും. പക്ഷെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ആ സിംറ്റംസ് കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു 4-5 ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ആ പനിയൊക്കെ വിട്ടുമാറുന്നതിന് സഹായിക്കും. ഇനി മറ്റൊരു ഉപയോഗം നമുക്ക് പ്രമേഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, പ്രമേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നെല്ലിക്ക, പച്ചമഞ്ഞൾ, ചിറ്റമൃത് ഇതെല്ലാം സമമായിട്ട് എടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടി ഇടിച്ചു പിഴിഞ്ഞാൽ നീരുണ്ടല്ലോ, ആ നീര് ഒരു 15 മില്ലി വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനില്ലേ, കാലുകളിലൊക്കെ ഇങ്ങനെ തരിപ്പ്, ആ സന്ധികളിലൊക്കെ ഇങ്ങനെ വേദന, ഇങ്ങനെ തൊട്ടാൽ അറിയാത്ത ഒരു നേച്ചർ, പാദത്തിന്റെ അടിയിലും കൈവിരലിന്റെ തുമ്പിലൊക്കെ തൊട്ടാൽ അറിയാത്ത അവസ്ഥ വരും. അതുപോലെ ഷുഗർ, പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിനും സഹായിക്കും. ഓക്കെ, അപ്പൊ അത്തരം ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. 5 ഉപയോഗങ്ങൾ പറയാന്ന് പറഞ്ഞതാണ്. ഒരു ബോണസ് പോയിന്റ് ഉണ്ടായിരുന്നു, അതാണ് ആ ഇല അരച്ചിടുക. ആമവാദത്തിന് മാത്രമേ നമുക്ക് 2 ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 ആവർത്തി കാണുക. അത് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മുമ്പ് ലൈക്ക് ചെയ്യണം മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.